ഹലോ, ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് പാനിപ്പൂരി ഉണ്ടാക്കിയാലോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പാനിപ്പൂരി. ഇഷ്ടമില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഈ പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആച്ചിയുടെ ഒരു പാനിപ്പൂരി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് 55 റുപ്പീസേ ഉള്ളൂ കേട്ടോ അതിന്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കുക. അതിന് ശേഷം ആ ചട്ടി ലോ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ഒഴിച്ച ശേഷം ഓയിൽ ഒന്ന് ഹീറ്റായി കിട്ടണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പാനിപ്പൂരിൻ്റെ ബോൾസ് ഉണ്ടാക്കാനുള്ള ആ ഒരു പപ്പടം പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും, അത് എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെക്കുക. അപ്പോൾ നമുക്കിത് നല്ല അടിപൊളി പാനിപ്പൂരി ബോൾസ് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നോക്കി ശരിക്കും നല്ല ആ ഒരു ബോളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു കിറ്റിൽ 25 ബോൾസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പാനിപ്പൂരിൻ്റെ ബോൾസ് ഫുള്ളായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോൾസാണ്. നമുക്കത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സോസസ് അവൈലബിൾ ആണ്. ഒരു സ്വീറ്റ് ടെർമറിൻ ചട്നി എന്ന് പറഞ്ഞിട്ടൊരു സോസ് ഉണ്ടായിരുന്നു, ഡേറ്റ്സിൻ്റെ കൂടെ ഉള്ളൊരു ടെർമറിൻ ഡേറ്റ്സ് വരുന്നൊരു സോസും അതുപോലെ തന്നെ മിൻറ്റ് പാനി പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു പൗഡറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടെർമറിൻ ഡേറ്റ്സ് ചട്നി ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടിലും മീൻസ് മറ്റേത് പൗഡർ ആയതുകൊണ്ട് എന്തായാലും വാട്ടർ ആഡ് ചെയ്യണം. ഞാൻ ഈ ഒരു ഇതിൽ ഭയങ്കര കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആയി തോന്നിയതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇനി നമുക്ക് സെക്കൻഡ് നമ്മുടെ മിൻറ്റ് പൗഡർ പൊട്ടിച്ചിട്ട് അത് പൗഡർ ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, മിൻറ്റ് പൗഡറാണ്. അതിൽ നമുക്ക് 250 ഗ്രാംസ് ഓഫ് വാട്ടറും ആഡ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാക്കറ്റിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിയ റിസ്ക് ടാസ്ക് ഒന്നും ഇതിലില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ മിൻറ്റിൻ്റെ പൗഡർ. നമുക്ക് അതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടെർമറിൻ ഡേറ്റ് സിറപ്പിലും ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പൊട്ടാറ്റോസ് വേണം. പൊട്ടാറ്റോസ് കുക്ക് ചെയ്ത ശേഷം നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. സ്മാഷ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പൗഡർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, സീസണിങ് ഫോർ നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ. അപ്പോൾ നമ്മൾ അത് ഈ ഒരു പൊട്ടാറ്റോയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ പൊട്ടാറ്റോയിൽ വേണമെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഓണിയൻ ഇട്ട് കൊടുക്കാം. പക്ഷേ ഓണിയൻ്റെ ഫ്ലേവർ ഇവിടെ അത് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നോക്കിയാൽ പാനിപ്പൂരി ഇതുപോലെ പൊട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഫ്ലോപ്പായി പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ രണ്ടാമത്തെ തൊട്ട് ഞാൻ കുറച്ച് കെയർഫുള്ളിയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൊട്ടാറ്റോ ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ചായിട്ട് മിക്സർ ആഡ് ചെയ്ത് കൊടുക്കണം. മിക്സർ അതിൽ അവൈലബിൾ അല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പൊട്ടാറ്റോ മാത്രം വെച്ചാൽ മതി. പൊട്ടാറ്റോ ഞാൻ ഓണിയൻ ഇല്ലാത്തതുകൊണ്ടാണ്, ഓണിയൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് മിക്സർ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട പോലെ ഞാനത് മിൻറ്റിൻ്റെ പാനിയാണ് അതിൽ ഒഴിച്ചത്. എൻ്റെ അമ്മോ, ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്ക് കൊതിയാവുകയാണ് കേട്ടോ കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. അപ്പോൾ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് വെച്ചു. ഒരെണ്ണം പോലും ബാക്കി വയ്ക്കാതെ എല്ലാവരും കഴിച്ചിട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാനിപ്പൂരി തന്നെ ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ വീട്ടിൽ നല്ല ഹൈജീനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ആച്ചിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി റെഡി ടു മേക്ക് ആയിട്ടുള്ള കിറ്റുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.